2025 സെപ്റ്റംബറിൽ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമണങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന് 19ാം സ്ഥാനം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിന് 19ാം സ്ഥാനം. ഡൽഹിയാണ് ഒന്നാമത്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വമ്മ. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വമ്മ. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ശുചിത്വ സാഗരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമമാക്കിയത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അംഗനവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് G ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് G ഹരികൃഷ്ണൻ. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപം വിജയകരം. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി സ്പേസ് എക്സ് രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ പരീക്ഷണം വിജയിച്ചു. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. വായന കുറഞ്ഞതിനാൽ പുസ്തകനികുതി നീക്കാൻ തീരുമാനിച്ച് ഡെൻമാർക്ക്. വായന കുറഞ്ഞതിനാൽ പുസ്തകനികുതി നീക്കം ചെയ്തു ഡെൻമാർക്ക്. കാണ്ട്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം. കാണ്ട്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. വയോജന കമ്മീഷൻ അധ്യക്ഷനായി K സോമപ്രസാദിനെ നിയമിച്ചു. വയോജന കമ്മീഷൻ അധ്യക്ഷനായി K സോമപ്രസാദിനെ നിയമിച്ചു. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി. കേരളം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി. രാജ്യത്തെ ആദ്യ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. രാജ്യത്തെ ആദ്യത്തെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് IoT പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി 130ാം ഭരണഘടനാ ഭേദഗതിയാണ്. അത് പാർലമെന്റ് പാസാക്കി. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയാണ് ഡൽഹി നിയമസഭ. പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ് അഡെയ്മോള A അഡൻലയ്ക്ക്. പ്രഥമ MS സ്വാമിനാഥൻ ഫുഡ് ആൻഡ് പീസ് അവാർഡ് അഡെയ്മോളെ A അഡൻലയ്ക്ക്.